സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്ന് 12ാമത്തെ എപ്പിസോഡിൽ നമ്മൾ കാണുന്നത് സുറിയാനി ഭാഷയിലെ പേഴ്സണൽ പ്രൊനൗൺസ് ആണ്. നമുക്ക് ഏറെ പരിചിതമാണ് ഇംഗ്ലീഷിലുള്ള നമ്മുടെ പേഴ്സണൽ പ്രൊനൗൺസ്. ഞാൻ ഇന്ന് പരിചയപ്പെടുത്താം. ആദ്യം തന്നെ ഇംഗ്ലീഷിൽ സാധാരണയായിട്ട് നമുക്ക് 3 തരം പേഴ്സണൽ പ്രൊനൗൺസ് ആണുള്ളത്. തേർഡ് പേഴ്സൺ മാസ്കുലിൻ എന്നറിയപ്പെടുന്ന ഹി, അത് സിംഗുലർ ആണ്. തേർഡ് പേഴ്സൺ ഫെമിനിൻ ഷീ ആണ്. സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ എന്ന് പറയുന്നത് യു. സെക്കൻഡ് പേഴ്സൺ ഫെമിനിൻ എന്ന് പറയുന്നത് യുവിന്റെ തന്നെ ഫെമിനിൻ യു തന്നെ. ഫസ്റ്റ് പേഴ്സൺ കോമൺ എന്ന് പറയുന്നത് ഐ യു ആണ്. ഇനി ഇവയുടെ പ്ലൂറലാണ്. തേർഡ് പേഴ്സൺ മാസ്കുലിന്റെ പ്ലൂറല് ദേ. തേർഡ് പേഴ്സൺ ഫെമിനിന്റെ പ്ലൂറല് ദേ. സെക്കൻഡ് പേഴ്സൺ മാസ്കുലിന്റെ പ്ലൂറൽ യു. സെക്കൻഡ് പേഴ്സൺ ഫെമിനിന്റെ പ്ലൂറല് യു. ഫസ്റ്റ് പേഴ്സൺ കോമൺ പ്ലൂറല് വി. ഇതേ പാറ്റേണിൽ തന്നെയാണ് നമ്മൾ സുറിയാനിയിലും നമ്മുടെ പേഴ്സണൽ പ്രൊനൗൺസ് കാണുന്നത്. ഇപ്പോൾ നമുക്ക് ആദ്യം മുതൽ സുറിയാനിയിലെ ഹി എന്ന് പറയുന്ന തേർഡ് പേഴ്സൺ മാസ്കുലിൻ സിംഗുലർ ഹി എന്ന് പറയുന്ന ആ പേഴ്സണൽ പ്രൊനൗൺ നമുക്ക് ആദ്യം കാണാം. ഒന്നാമത്തേത് ഹു ആണ്. ഹു എന്ന് പറയപ്പെടും. ഹു. ഹി എന്ന് പറയുന്ന അർത്ഥം വരുന്ന സുറിയാനിയിലെ പേഴ്സണൽ പ്രൊനൗൺ ഹു ആണ്. ഷീ എന്ന് പറയുന്ന അർത്ഥം വരുന്ന സുറിയാനിയിലെ പേഴ്സണൽ പ്രൊനൗൺ ഹി ആണ്. ഹി. നമ്മള് ഹി യോതും ഹേയും യോതും കൂടിയാണ്, അത് രണ്ടും കൂടെ കൂട്ടി എഴുതുമ്പോൾ അത് കമ്പ്യൂട്ടർ ടൈപ്പിങ്ങിന് നമുക്ക് ഇപ്രകാരമാണ് ലഭിക്കുന്നത്. അത് ഓർത്തിരിക്കാം. അപ്പോൾ ഒന്നാമത്തേത് ഹു, രണ്ടാമത്തേത് ഹി. ഇനി സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ സിംഗുലർ യു എന്ന് പറയുന്നത് അത്ത്. സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ സിംഗുലർ. അടുത്ത സെക്കൻഡ് പേഴ്സൺ ഫെമിനിൻ സിംഗുലർ അതും അത്ത് തന്നെയാണ്. പക്ഷെ അതിനൊരു പ്രത്യേകത, ഒരു യോത് കൂടുതലുണ്ട്. താവും യോതും കൂടെ കൂടിയ ഭാഗമാണ് ഇപ്പോൾ ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നത്. താവും യോതും കൂടെ അവസാനം വരുമ്പോഴാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇതിന് ഒരു യോത് കൂടുതലുണ്ട്. ഉച്ചാരണം സെയിം തന്നെയാണ്, അത്ത് എന്ന് തന്നെയാണ്. അത്ത് എന്ന് തന്നെ ഉച്ചരിക്കുന്നു, പക്ഷെ ഒരു യോത് കൂടുതലുണ്ട്. അവസാനത്തെ ഫസ്റ്റ് പേഴ്സൺ കോമൺ സിംഗുലർ ഐ എന്ന് പറയുന്നത് എന്നാവും. നമുക്കൊരു ക്രമത്തിന് പറയുവാണെങ്കിൽ സിംഗുലർ ആണ് ഈ ഭാഗം മുഴുവനും. സിംഗുലർ ഹു, ഹി, അത്ത്, എന്ന. ഹു, ഹി, അത്ത്, എന്ന. ഹി, ഷീ, യു, ഐ. ഇനി പ്ലൂറലിലോട്ട് കയറുവാണ്. പ്ലൂറലിലോട്ട് വരുമ്പോൾ ദേ ആണ്. തേർഡ് പേഴ്സൺ മാസ്കുലിൻ പ്ലൂറൽ. അത് ഹെന്നോൻ എന്നാകും. ഹെന്നോനാണത്. ഹെന്നോൻ. അതിന്റെ തന്നെ ഫെമിനിൻ വരുമ്പോൾ തേർഡ് പേഴ്സൺ മാസ്കുലിൻ ഫെമിനിൻ പ്ലൂറൽ ഹെന്നേൻ എന്നാവും. ഹെന്നേൻ. അടുത്ത സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ സിംഗുലർ ആണ്. അത്തോൻ എന്നാവും. അടുത്ത സെക്കൻഡ് പേഴ്സൺ ഫെമിനിൻ സിംഗുലർ അത്തേൻ എന്നാവും. അത്തേൻ. അടുത്തത് ഫസ്റ്റ് പേഴ്സൺ കോമൺ പ്ലൂറൽ ഹിനൻ. ഇത്രയുമാണ് നമ്മുടെ സുറിയാനി ഭാഷയിലെ മറ്റ് ഇംഗ്ലീഷിലുള്ളതുപോലെ തന്നെയുള്ള പേഴ്സണൽ പ്രൊനൗൺ. ഇംഗ്ലീഷിൽ ഉള്ളതിനും ചെറിയൊരു വ്യത്യാസം നമ്മൾ പ്രധാനമായിട്ടും കാണുന്നത് സെക്കൻഡ് പേഴ്സന്റെ അകത്താണ്. ഇംഗ്ലീഷിൽ അതിന് മാസ്കുലിൻ ഫെമിനിൻ എന്ന് പറയുന്ന വ്യത്യാസമില്ല. സുറിയാനിയില് ആ വ്യത്യാസമുണ്ട്. അതിന്റെ പ്ലൂറൽ വരുമ്പോഴും അപ്രകാരം തന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 2 ഫോമുകൾ
മാസ്കുലിൻ പ്രയോഗിക്കുമ്പോൾ യോത് ഇല്ലാത്ത അത്തും ഫെമിനിൻ ആണ് വരുന്നതെങ്കിൽ യോത് ഉള്ള അത്തും. അതാണ് വ്യത്യാസം. പ്ലൂറലിലാണെങ്കിലും അത്തോൻ എന്നും മാസ്കുലിനെയും ഫെമിനിനെ അത്തേൻ എന്നും വിളിക്കുന്നു. അതാണ് അവയ്ക്കിടയിലെ വ്യത്യാസം. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നമ്മുടെ പേഴ്സണൽ പ്രോനൗൺ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ സെന്റൻസുകളൊക്കെ ഉണ്ടാക്കാൻ ആരംഭിക്കുകയാണ്. ഇപ്പോൾ ഐ ചേർത്ത് നമുക്ക് അയാം എന്നൊക്കെ നമ്മൾ പേരൊക്കെ എഴുതുന്നതും അയാം, യു ആർ, ഹീസ്, ഷീസ്, ദേ ആർ, യു ആർ, വി ആർ എന്നൊക്കെ പറയുമ്പോൾ ഇത് നമ്മൾ എഴുതാൻ ആരംഭിക്കുകയാണ്. അപ്പോൾ ഇപ്രകാരം നമുക്ക് സെന്റൻസുകൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്നും കൂടി ഒന്ന് കണ്ടുപോകാം. ഉദാഹരണത്തിന് ഇപ്പോൾ അയാം എന്ന് ഞാൻ ചെയ്യുകയാണ്. അയാം 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 എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ 2 തവണ എന്ന എന്നിട്ടാൽ മതി. അതിന് ചെറിയൊരു പ്രത്യേകതയുണ്ട്, അത് പുറകെ പറഞ്ഞുതരാം. ആദ്യത്തേത് എന്ന എന്നിടുന്നു, വീണ്ടും ഒരു എന്നായും കൂടി ഇടുന്നു, ഒരെണ്ണയും കൂടി ഇടുന്നു. അപ്പോൾ ഇങ്ങനെ 2 തവണ എന്ന എന്ന് പറയുന്നതാണ് ശരിക്കും അയാം എന്ന് വരുന്നത്. പക്ഷേ ചെറിയൊരു പ്രത്യേകത വരുന്നത് രണ്ടാമത്തെ എന്നയ്ക്കാണ്. രണ്ടാമത്തെ എന്നയുടെ ആദ്യത്തെ അക്ഷരമായ ആലപ്പിന്റെ വൗവല് കളയുന്നു, എന്നിട്ട് അതിന്റെ മുകളിൽ ഒരു ഒക്കൾട്ടേഷൻ ഇട്ട് കൊടുക്കും. ഇതാണ് എന്നാന. ഇപ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് അയാം എന്ന് പറയുന്ന അർത്ഥമെത്തി. എന്നാന, അയാം, എന്നാന. ഇനി ഇതേപോലെ തന്നെ നമുക്ക് വി ആർ എന്ന് ചേർക്കുകയാണ്. വി ആർ, വി ആർ. അപ്പോൾ വിയുടെ വാക്ക് നമ്മൾ കണ്ടായിരുന്നു ഹ്നൻ ആണ്, ഹ്നൻ. 2 തവണ ഹ്നൻ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ വി ആർ എന്നുള്ളത് വരും. ഹ്നൻ, ഹ്നൻ. ഇവിടെയും പ്രത്യേകതയുണ്ട്. രണ്ടാമത്തെ ഹേത്തിന് അതിന്റെ മുകളിൽ ഒരു ഒക്കൾട്ടേഷൻ ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ അത് ഹ്നൻ നൻ എന്ന് ഉച്ചരിക്കും. ഹ്നൻ നൻ. അപ്പോൾ ഇത്തരത്തില് നമുക്ക് സെന്റൻസുകൾ ഉണ്ടാക്കാൻ. ഇപ്പോൾ ഉദാഹരണം ഐ ആം ഗുഡ് എന്ന് പറയുന്ന ഒരു സെന്റൻസ് ഞാൻ ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കുക. ഐ ആം ഗുഡ്, ഐ ആം ഗുഡ്. അപ്പോൾ എന്നാന, എന്നാന താവ. ഗുഡിന്റെ വാക്ക് താവയാണ്. അപ്പോൾ എന്നാന, എന്നാന താവ, എന്നാന താവ, എന്നാന താവ. ഐ ആം ഗുഡ്, എന്നാന താവ. ഒന്നെങ്കിൽ ഇങ്ങനെ എന്നാന താവ എന്ന് എഴുതാം, അല്ലെങ്കിൽ എന്നാ താവാന എന്ന് വേണേലും എഴുതാം. 2 രീതിയിൽ നമുക്ക് എഴുതാം. എന്നാ താവ, ആലപ്പെടുന്നു, ആലപ്പിന്റെ മുകളിൽ ഒക്കൾട്ടേഷൻ കൊടുക്കുന്നു, എന്നാ താവാന. ഈ 2 വിധത്തിൽ നമുക്ക് എഴുതാം, കുഴപ്പമില്ല. എന്നാന താവ അല്ലെങ്കിൽ എന്നാ താവാന. ഇനി ഹനൻ ചേർത്ത് എഴുതുകയാണ്. ഹനൻ, വി ആർ, അപ്പൊ ഫെമിനിൻ ആണല്ലോ, സോറി മാസ്കുലിൻ. വി ആർ വിമൻ എന്ന് പറയുന്ന ഫെമിനിൻ രീതിയിൽ നമ്മൾ എഴുതുകയാണ്. ഹെനൻ, നന്ന്, വിമൻ. വിമൻ എന്നുള്ളതിന്റെ വാക്ക് നെശയാണ്, നെശ. നെശെ. അപ്പോൾ ഹെനൻ, നൻ, നെശെ. വി ആർ വിമൻ, വി ആർ വിമൻ. ഇതും 2 രീതിയിൽ എഴുതാം. വേണമെങ്കിൽ നെശെ എടുത്ത് നമുക്ക് ഇപ്പുറത്തോട്ട് ഇടാം. എന്നിട്ട് ഹെനൻ നെശേനൻ എന്ന് വേണമെങ്കിൽ ആക്കാം. ഹെനൻ നെശേനൻ.
നശ്ചയനൻ. രണ്ട് രീതിയിൽ നമുക്ക് എഴുതാം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പേഴ്സന്റെ ഐ ആം ഗുഡ്, എന്നാനാത്താവ. നമ്മുടെ പേരുകളൊക്കെ ഇനി എങ്ങനെ എഴുതാം. അപ്പോൾ എന്റെ പേര് ഗീവർഗീസ് എന്നാണ്. അപ്പോൾ ഐ ആം ഗീവർഗീസ് എന്നുണ്ടെങ്കിൽ എന്നാന ഗീവർഗീസ് എന്നും എന്നാ ഗീവർഗീസ് ന എന്നും എഴുതാം. വി ആർ വുമൻ എന്ന് പറയുന്നത് പോലെ ഏത് വേണേലും നമുക്ക് പ്രയോഗിക്കാം. നമ്മൾ കുർബാനയില് ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു എന്ന് പറയുന്ന പ്രാർത്ഥനയിൽ എന്നാന ലഹ്മ എന്നാണ് പറയുന്നത്. എന്നാന ലഹ്മ. ഐ ആം ദ ബ്രെഡ്. അത് നമുക്ക് ഇങ്ങനെ ആക്കാം. ഐ ആം ദ ബ്രെഡ്. എന്നാന ലഹ്മയാണ് നമുക്ക് വരണം. എന്നാന ലഹ്മ. ഐ ആം ദ ബ്രെഡ്. അപ്പോൾ ഇപ്രകാരം നമുക്ക് വാക്കുകൾ ചേർത്ത് വെച്ച് ആവശ്യമുള്ള വാക്കുകൾ ചേർത്ത് വെച്ച് ഉണ്ടാക്കാം. ഇനി രണ്ടാമത്തേത് വരുന്നത് യുവിന്റെ പ്രയോഗങ്ങളാണ്. യു. ഇപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു വാക്ക് കാണാം. യു ആർ ജോസഫ്. ഇനി ഫെമിനിൻ ചേർത്തുള്ളതാണെങ്കിൽ യു ആർ മേരി. ഇനി അതിന്റെ തന്നെ പ്ലൂറൽ വെച്ചാണെങ്കിൽ യു ആർ ഓൾഡ് മെൻ. ഇനി അതിന്റെ ഫെമിനിൻ വേണമെങ്കിൽ യു ആർ ബ്യൂട്ടിഫുൾ. ഫെമിനിൻ ആവും. അപ്പോൾ ഇവ രണ്ടും പ്ലൂറല്, ഇവ രണ്ടും സിംഗുലർ. ഇനി നമ്മൾ അതിനുള്ളിൽ എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. ഒന്നാമത്തേത് യു ആർ ജോസഫ്. നമ്മൾ 2 തവണ, മറ്റിടത്തെല്ലാം നമ്മൾ 2 തവണ എന്ന ഇട്ടു, 2 തവണ ഇട്ടു. അതുപോലെ ഇവിടെയും 2 തവണ അത്തിട്ട് കഴിഞ്ഞാൽ അത് എഴുതുന്ന രീതിയാകും. അപ്പോൾ അത്ത്. ഇനി വരുന്നത് ജോസഫിന്റെ യൗസേപ്പാണ്. യൗസേപ്പ്. അത്തത്ത് യൗസേപ്പ്. യൗസേപ്പ് വേണമെങ്കിൽ തിരിച്ചുവിടാം. അത്ത് യൗസേപ്പ് അത്തെന്ന് വേണമെങ്കിൽ വിടാം. അടുത്ത വരുന്നത് യു ആർ മേരിയാണ്. അപ്പോൾ ഇത് മാസ്കുലിൻ ആയതുകൊണ്ടാണ്, ജോസഫ് മാസ്കുലിൻ ആയതുകൊണ്ടാണ് യോദില്ലാത്ത അത്ത് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. യോദില്ലാത്ത അത്ത് ഉപയോഗിക്കുന്നതിന് കാരണം അത് മാസ്കുലിൻ ആയതുകൊണ്ടാണ്. രണ്ടിടത്തും രണ്ട് സ്ഥലത്തും യോദില്ലാത്ത അത്താണ് ഉപയോഗിക്കുന്നത്. ഫെമിനിൻ വരുമ്പോൾ അത് യോദുള്ള അത്ത് നമ്മൾ ഉപയോഗിക്കണം. അത് മാത്രം പ്രത്യേകം ഓർക്കുക. അത്ത് വിത്ത് യോദ്. അത്ത് പിന്നെ മേരി എന്നുള്ളതിൻ്റെത്. അപ്പോൾ 2 തവണ അത്ത് പ്രയോഗിക്കുന്നു. അത്ത് പിന്നെ മേരിയുടേത് മറിയമാണ്. മറിയം. അത്ത് മറിയം. അപ്പോൾ ഇവിടെയും നമുക്ക് വേണമെങ്കിൽ മറിയം നടുക്കായിട്ടിടാം. രണ്ടും കുഴപ്പമില്ല. അത്ത് മറിയം അത്തെന്ന് വേണമെങ്കിൽ നമുക്കിടാം. അത്ത് മറിയം അത്ത്. ഇനി യു ആർ ഓൾഡ് മെൻ. അപ്പോൾ അത് മാസ്കുലിൻ ആണ്. ഓൾഡ് മെൻ എന്ന് പറയുന്നത് മാസ്കുലിൻ ആണ്. അപ്പോൾ നമ്മൾ അത്തോന് ആണ് ഉപയോഗിക്കേണ്ടത്. അത്തോൻ. വീണ്ടും ഒരു തവണ കൂടി അത്തോൻ പ്രയോഗിക്കുന്നു. അത്തോൻ. പിന്നെ വരുന്നത് ഓൾഡ് മെൻ. സാവേ. അത്തോൻ സാവേ എന്നുള്ളതാണ് ഓൾഡ് മാന്റെ വാക്ക്. സാവേ. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് നടുക്കായിട്ടും പ്രയോഗിക്കാം. അത്തോൻ സാവേ അത്തോൻ എന്ന് വേണമെങ്കിൽ വാക്കാം. അത്തോൻ സാവേ അത്തോൻ. ഇനി ബ്യൂട്ടിഫുൾ ആണ്. അപ്പോൾ അത് അത്തേനാക്കണം. ഫെമിനിൻ ആണ്.
അത്തേൻ, 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 അത്തേൻ. ബ്യൂട്ടിഫുളിന്റെ വാക്ക് ഷപ്പീറാസ. ഷപ്പീറ എന്ന് പറയുന്നത് മാസ്കുലിന്, ഷപ്പീറാസ എന്ന് പറയുമ്പോൾ ഫെമിനിൻ ആവുന്നു. അപ്പോൾ അതും കൂടെ ചേർക്കുന്നു. ഷപ്പി, ഷപ്പീറാസ, ഷപ്പീറാസ. അത്തേൻ, അത്തേൻ, ഷപ്പീറാസ. അത്തേൻ, അത്തേൻ, ഷപ്പീറാസ. അത്തേൻ, അത്തേൻ, ഷപ്പീറാസ. പ്ലൂറലിന്റെ കുത്താണ് മുകളിൽ കിടക്കുന്നത്. അത്തേൻ, അത്തേൻ, ഷപ്പീറാസ. സോറി, ഷപ്പി ഒരു റേഷൻ കൂടെ വരാനുണ്ട്. ഷപ്പി, ഷപ്പീറാസ. അത്തേൻ, അത്തേൻ, ഷപ്പീറാസ. അത്തേൻ, അത്തേൻ, ഷപ്പീറാസ. അപ്പോൾ യോദിന്റെ മുകളിൽ പ്ലൂറൽ കുത്ത് അല്ല, റേഷന്റെ മുകളിൽ നമുക്ക് പ്ലൂറൽ കുത്തിടാം. ഷപ്പി, ഷപ്പീറാസ. അത്തേൻ, അത്തേൻ, ഷപ്പീറാസ. അപ്പോൾ നമുക്ക് ഇതും അതുപോലെ തന്നെ പഴയതുപോലെ തന്നെ ഇടയ്ക്ക് വേണമെങ്കിൽ പ്രയോഗിക്കാം. അത്തേൻ, ഷപ്പീറാസ, അത്തേൻ എന്ന് വേണമെങ്കിൽ ആക്കാം. അപ്പോൾ യു ആർ ബ്യൂട്ടിഫുൾ. അപ്പോൾ ഇത്രയാണ് 4 കാര്യങ്ങളാണ് യുവിന്റെ അകത്ത് വരുന്നത്. എന്നാനായിട്ട് വരുമ്പോൾ വലിയ പ്രശ്നമില്ലായിരുന്നു, നമുക്ക് 2 എണ്ണമേ വരുന്നുള്ളൂ. എന്നായും അതിന്റെ മാസ്കുലിൻ വരുമ്പോഴും സിംഗുലർ വരുമ്പോഴും പ്ലൂറൽ വരുമ്പോഴും 2 കാര്യങ്ങളേ ഉണ്ടായിരുന്നു. പക്ഷെ യു വരുമ്പോൾ, സെക്കൻഡ് പേഴ്സൺ വരുമ്പോൾ അതിന്റെ അകത്ത് 2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് 4 ഫോമുകൾ ഇതിന്റെ അകത്ത് വരും. ഓക്കെ, ഇനി നമുക്ക് തേർഡ് പേഴ്സൺ ആണ് വരുന്നത്. തേർഡ് പേഴ്സൺ. അപ്പോൾ ഉപകാരപ്രദമായ 3 സെന്റൻസുകൾ നമുക്ക് നോക്കാം. ഒന്ന്, ഹി ചേർത്ത് വരികയാണ്. ഹി ഈസ് ദ കിങ്. ഇനി ഷീ ചേർത്ത് വരികയാണെങ്കിൽ ഷീ ഈസ് ദ ക്വീൻ. ഷീ ഈസ് ദ ക്വീൻ. ഇനി നമ്മൾ ദേ ചേർത്ത് വരുവാണെങ്കിൽ ദേ ആർ ബ്രദേഴ്സ്. അതിന്റെ ഫെമിനിൻ വരികയാണെങ്കിൽ ദേ ആർ സിസ്റ്റേഴ്സ്. അപ്പോൾ അതിന്റെ ഓരോന്നായിട്ട് നമുക്ക് കാണാം. ഏറ്റവും ആദ്യം 2 തവണ ഹി എന്ന് പറയുന്നത് ഹൂ ആണല്ലോ. 2 തവണ ഹൂ എഴുതുന്നു. ഹൂ, ഹൂ, കിങ്, മൽക്ക, മൽക്ക. അപ്പോൾ ഇവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യം, അത്തിന്റെ അകത്ത് മാത്രം വേറെ പ്രശ്നങ്ങളില്ലായിരുന്നു. എന്നായും ഹനനും കണ്ടപ്പോൾ രണ്ടാമത്തെ എന്നായിക്കും രണ്ടാമത്തെ ഹനനും പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞ പോലെ ഇവിടെയും അതേ കാര്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ ഹൂവിന്റെ ഹേയുടെ മുകളിൽ ഒരു ചെരിച്ച് വരയിട്ട് ഒക്കൾട്ടേഷൻ ആക്കണം. അപ്പോൾ ഹൂ ഊ എന്നാകും. ഹൂ ഊ, ഹൂ ഊ മൽക്ക, ഹൂ ഊ മൽക്ക. അത് നമുക്ക് ഇടയ്ക്ക് വേണമെങ്കിൽ ഇടാം. ഹൂ മൽക്കാവൂ എന്നാകും. ഹൂ മൽക്കാവൂ, ഹൂ മൽക്കാവൂ. അടുത്തത് ഷീ എന്ന് പറയുന്നത് നമ്മൾ കണ്ടായിരുന്നു, ഹീ ആണ്. ഹീ, വീണ്ടും ഒരു ഹീയും കൂടെ വരുന്നു. ഹീ ഈ മൽക്ക് സാ, മൽക്ക്, മൽക്ക് സാ എന്നാകും. ഹീ മൽക്ക് സാ. ഇവിടെയും നമ്മൾ കണ്ടതുപോലെ തന്നെ ഒരു ഒക്കൾട്ടേഷൻ ചിഹ്നം മുകളിലിട്ട് കൊടുക്കുന്നു. ഹേയുടെ മുകളിലാണ് വരുന്നത്. ഹീ മൽക്കസ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ മൽക്കസ ഇടയ്ക്ക് ആക്കണമെങ്കിൽ ഇടയ്ക്ക് ആക്കാം. ഹീ മൽക്കസായി, ഹീ മൽക്കസായി. ഇനി ദേ ആർ ബ്രദേഴ്സ് എന്ന് പറയുന്ന ഒരു കാര്യം, ബ്രദേഴ്സ് പ്ലൂറലായി ആ ഹേ ആകുന്നു. അപ്പോൾ ഹെന്നോൻ, ഹെന്നോൻ, ആഹേ, ആഹേ, ആഹേ. ബ്രദേഴ്സ് എന്ന് പറയുന്നത് ആഹേ ആണ്. ഇത്
നമുക്ക് ഹെന്നോൻ ആഹേ ഹെന്നോൻ എന്ന് വേണമെങ്കിൽ ഹെന്നോൻ ആഹേ ഹെന്നോൻ. വീണ്ടും നമുക്കുള്ള അടുത്തത് സിസ്റ്റേഴ്സ് എന്ന് പറയുന്നതാണ്. അത് അഹുവാസയാണ്. അപ്പോൾ ഹെന്നേൻ 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 അഹ് അഹുവാസ എന്നാവും. അഹുവാസ. ഹെന്നേൻ ഹെന്നേൻ അഹുവാസ. അപ്പോൾ ഇവിടെയും നമുക്ക് അഹുവാസ വേണമെങ്കിൽ ഇടയ്ക്കാക്കാം. ഹെന്നേൻ അഹുവാസ ഹെന്നേൻ. അപ്പോൾ ഇപ്രകാരം നമുക്ക് സെന്റൻസുകൾ ഉണ്ടാക്കാം. ദേ ആർ സിസ്റ്റേഴ്സ് അതുപോലെയുള്ള പല വാക്കുകൾ നമുക്കറിയാമെങ്കിൽ അതിന്റെ മാസ്കുലിനും ഫെമിനിനും കൃത്യമായിട്ട് നോക്കി നമുക്ക് സെന്റൻസുകൾ ഉണ്ടാക്കാം. മാസ്കുലിൻ സിംഗുലറിന്റെ അകത്താണെങ്കിൽ കിങ് എന്ന് പറയുന്നത് ഹൂ മാത്രമേ ഉള്ളൂ. മാസ്കുലിന് മാത്രമേ ഹൂ ഉപയോഗിക്കുള്ളൂ. ഫെമിനിൻ ആണെങ്കിൽ അത് ഹി മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. ബ്രദേഴ്സ് എന്ന് പറയുന്നിടത്ത് മാസ്കുലിൻ ആയതുകൊണ്ട് മാത്രം അത് ഹെന്നോൻ ആകുന്നു. സിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഫെമിനിൻ ആയതുകൊണ്ട് അവിടെ ഹെന്നേൻ വരും. ഇനി നമുക്ക് ചെറിയൊരു പ്രത്യേകത ഇതിനകത്തുള്ളത്, ഇങ്ങനെ 2 തവണ ഹൂ വരുമ്പോൾ ഒരു ഷോർട്ട് ഫോം നമ്മൾ ഇതിൽ ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണത്തിന് 2 തവണ ഹൂ വരുമ്പോൾ ഹൂ യു എന്നാക്കുന്ന ഒരു രീതിയുണ്ട്. ഹൂ യു എന്നാക്കുന്ന രീതിയാണ് പിന്നെ കാണുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ തവണയും ഹൂ ഹൂ എന്ന് പറയുന്ന 2 രീതി കാണുകയല്ല. പക്ഷെ ഇവിടെ നമ്മൾ ഹൂവും ഹൂവും കൂടി ചേരുമ്പോൾ ഹൂ യു എന്നാകും. ഇവിടെയും അതുപോലെ തന്നെ ഹീക്കകത്തും അതുപോലെ ഒരു മാറ്റം വരുന്നുണ്ട്. ഹി ഇ എന്നാകും. ഹി ഇ എന്നാകും. ഹെന്നോനിന്റെ അകത്തും അതുപോലെ ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട്. അത് ഹെന്നോൻ എന്നോൻ എന്നാകും. ഹെന്നോൻ എന്നോൻ എന്നാകും. ഹെന്നേന്റെ അകത്തും അതുപോലെ ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട്. അത് എന്നേൻ എന്നാകും. എന്നേൻ. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇവിടെ ഒരു മാറ്റം സംഭവിക്കുന്നു. ഹൂ യു ആകുന്നു. ഇവിടെ ഹി ഇ ആകുന്നു. അടുത്തത് ഹെന്നോൻ ഹെന്നോൻ എന്നോൻ ആകുന്നു. എന്നോൻ എന്നോൻ ആകുന്നു. അടുത്തത് ഹെന്നേൻ എന്നേനാകും. ഹെന്നേൻ എന്നേനാകും. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് സുറിയാനി ഭാഷയിൽ ഇതുപോലെ ഷോർട്ട് രൂപങ്ങൾ വരുന്ന ചില വാക്കുകളുണ്ട്. അത് മാത്രം നമുക്കിപ്പോൾ ഒന്ന് കണ്ടുപോകാം. അപ്പൊ നമ്മൾ കണ്ട 4 കാര്യങ്ങളുണ്ട്. 4 വാക്കുകളുണ്ട്. ഹൂവും കൂടെ ചേരുമ്പോൾ ഹൂ യു ആകുന്നു. അതുപോലെ തന്നെ ഹീയും കൂടെ ചേരുമ്പോൾ ഹി ഇ ആകുന്നു. അതുപോലെ തന്നെ പിന്നെ നമ്മൾ കണ്ടത് എന്നോന്, അത് ആ ഫോമിന്റെ അകത്ത് എന്നോനാകുന്നതും പിന്നെ ഹെന്നേന് ചേർത്ത് എന്നേനാകും. ഇനി ഇതുപോലെ ഒരു 3-4 വാക്കുകൾ വരുന്നുണ്ട്. മാന എന്നൊരു വാക്ക് വരുന്നുണ്ട്. മാന നമ്മൾ പുറകെ കാണുന്നുണ്ട്. മാനായും ഹൂവും കൂടെ ചേരുമ്പോൾ, മാന എന്റെ തൊട്ട് പുറകെ വരുന്നുണ്ട്. മാന ഹൂവും കൂടെ ചേരുമ്പോൾ മാനാവെന്നാകും. മാനാവ്. വീണ്ടും മഞ്ഞും ഹൂവും കൂടെ ചേരുമ്പോൾ മഞ്ഞു എന്നാകുന്നു. ആനായും ഹൂവും കൂടെ ചേരുമ്പോൾ ആനാവെന്നാകുന്നു. അതുപോലെ തന്നെ
ഐനായും ഹൂവും കൂടെ ചേരുമ്പോൾ ഐനാവ് എന്നാവും. ഐനാവ്. ഐനായും ഹൂവും. ഐനാവ്. ഇതിന്റെയൊക്കെ അർത്ഥം പറയുകയാണെങ്കിൽ മാനായും ഹൂവും കൂടെ ചേരുമ്പോൾ വാട്ടീസ് എന്ന് വരുന്നു. മന്നും ഹൂവും കൂടെ ചേരുമ്പോഴും വാട്ടീസ് എന്ന് തന്നെ വരുന്നു. ഹാനാവും ഹൂവും കൂടെ ചേരുമ്പോൾ ഡിസീസ് എന്ന് വരുന്നു. ഇനി ഐനായും ഹൂവും കൂടെ ചേരുമ്പോൾ ഹൂ ഈസ് എന്ന് വരുന്നു. ഇത് പ്രകാരമാണ് ഇങ്ങനെ വരുന്നത് എന്നുള്ളത് നമ്മൾ തൊട്ട് പുറകെ കാണുന്നു. നമ്മൾ പ്രധാനമായിട്ടും ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗണിലേക്ക് പ്രവേശിക്കുന്നു. ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ നമുക്ക് പ്രധാനമായിട്ടും രണ്ട് മോഡല് ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ ആണുള്ളത്. ദിസും ദാറ്റും. അതിന്റെ കോളംസ് മുമ്പ് കിടപ്പുണ്ട്. സിംഗുലർ, പ്ലൂറല്, സിംഗുലർ ഉണ്ട്, പ്ലൂറൽ ഉണ്ട്, മാസ്കുലിൻ ഉണ്ട്, ഫെമിനിൻ ഉണ്ട് തുടങ്ങിയ കാര്യം. ഇപ്പോൾ നമ്മൾ ഒന്നാമത്തെ ദിസ് എന്ന് പറയുന്നത് മാസ്കുലിൻ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ, ദിസ് എന്നുള്ളത് മാസ്കുലിൻ ആയി ഉപയോഗിക്കുമ്പോൾ ഹാന എന്നാകുന്നു. അത് ഫെമിനിൻ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ആദേ എന്നാകുന്നു. അതിന്റെ പ്ലൂറൽ വരുമ്പോൾ ആലേൻ എന്നാകുന്നു. അതിന്റെ ഫെമിനിൻ വരുമ്പോൾ ഹാലേൻ തന്നെ. ഹാലേനും ഹാലേൻ എന്നാകും. അപ്പോൾ ഇത് ദിസ് ചേർന്ന് നമുക്ക് ഇഷ്ടംപോലെ വാക്കുകൾ പറയാറുണ്ട്. ദിസ് മാൻ, ദിസ് ബ്രദർ, ദിസ് ബുക്ക് എന്നൊക്കെ നമ്മൾ പറയുന്ന മാസ്കുലിന്റെ കൂട്ടത്തിലാണെങ്കിൽ ഹാന എന്നും ഫെമിനിന്റെ കൂട്ടത്തിലാണെങ്കിൽ ഹാദെ എന്നും, പിന്നെ പ്ലൂറൽ വരുമ്പോൾ മാസ്കുലിൻ ആണെങ്കിലും ഫെമിനിൻ ആണെങ്കിലും ഹാദെ തന്നെ. ഇനി ദാറ്റ് ചേർത്ത് വരികയാണ്. ദാറ്റിന് നമ്മൾ പേഴ്സണൽ പ്രൊനൗണിന്റെ അകത്ത് കണ്ട അതേ വാക്കുകൾ തന്നെയാണ്. ഹൂ ഉണ്ട്, രണ്ടാമത് ഹീ പ്രയോഗിക്കാറുണ്ട് ഫെമിനിന്റെ അകത്ത്. അതിന്റെ പ്ലൂറൽ വരുമ്പോൾ ഹെന്നോൻ വരുന്നു. അതിന്റെ ഫെമിനിൻ വരുമ്പോൾ ഹെന്നേൻ വരുന്നു. ഹെന്നേൻ. അതുപോലെ തന്നെ മറ്റൊരു ദാറ്റ്, ഇത് നമ്മള് ദാറ്റുകൾ തമ്മിലുള്ള ചെറിയ വ്യത്യാസം പറയുന്നത്, ഇത് നമുക്ക് ആദ്യത്തെ ഇപ്പൊ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ദാറ്റ് നമുക്ക് വിസിബിൾ ആയിട്ടുള്ള എന്നാൽ അകലെയുള്ള കാര്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണിത്. എന്നാൽ വിസിബിൾ അല്ലാത്തതും നമുക്ക് മുമ്പിൽ വിസിബിൾ അല്ലാത്ത അകലെയായിട്ടുള്ള കാര്യങ്ങൾ അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് രണ്ടാമത്തെ ദാറ്റ് ഉപയോഗിക്കുന്നത്. അവയുടെ വാക്കുകൾ ആവ്, ആവ്, ഹായ്, ഹായ്. അതിന്റെ പ്ലൂറൽ വരുമ്പോൾ ആനോൻ. അതിന്റെ ഫെമിനിൻ വരുമ്പോൾ ആനേൻ. ആനേൻ. ഇത്ര മാത്രമാണ് നമ്മുടെ ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ. വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണ്. കൂടുതൽ നമ്മൾ ദിസ് ചേർത്തുള്ളതാണ് വരുന്നത്. ഹാന, ഹാദെ ആ ക്രമത്തിൽ അങ്ങ് പഠിക്കാം. ഹാന, ഹാദെ, ഹാലെ, ഹാലേൻ. ഹൂ, ഹി, ഹെന്നോൻ, ഹെന്നെ. വീണ്ടും ദാറ്റ്, ഹാവ്, ഹായ്, ഹാനോൻ, ഹാനെ. ഇതാണ് നമ്മുടെ ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ. ഇത് വെച്ച് നമുക്ക് വേണമെങ്കിൽ ഒന്ന് രണ്ട് സെന്റൻസുകൾ ഉണ്ടാക്കാം. This man, this woman, these men, അതുപോലെ തന്നെ these women. ഇത്രയാണ് നമ്മുടെ. ഇത് വെച്ച് നമുക്ക് സുറിയാനിയിലൂടെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ദിസ് മാൻ മാസ്കുലിൻ ആയതുകൊണ്ട് ഹാനയാണ് വേണ്ടത്. ഹാന, ഹാന. അപ്പം മാൻ എന്ന് പറയുന്നത് നാശയാണ്. ഹാന, നാശ. അടുത്തത് ദിസ് വുമൺ ആണ്. അപ്പോൾ ഹാദെ വേണം. ഹാദെ, അത്തുസായാണ്.
ഹാന, അർട്ടിസ. പിന്നെ വരുന്നത് ദീസ് മെൻ ആണ്. ഹാലേൻ വേണം. ഹാലേൻ. നൈനാശായാണ്. മെന്നിന്റെ പ്ലൂറൽ വരുമ്പോൾ, മാനിന്റെ പ്ലൂറൽ മെന്ന് ബിനൈനാശായാണ്. ബിനൈ, ബിനൈ, ബിനൈനാശ. അതിന്റെ വുമൺ, വുമണിന്റെ പ്ലൂറൽ വിമിൻ വരുമ്പോൾ നെശ്ശെ വരുന്നു. നെശ്ശെ, നെശ്ശെ. അപ്പോൾ ഹാലേൻ, ഹാലേൻ, നെശ്ശെ വരും. ഹാലേൻ, ഹാലേൻ, നെശ്ശെ. പ്രകാരമാണ് നമുക്ക് ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗണിന്റെ പ്ലൂറലുകൾ വെച്ച സെന്റൻസുകൾ ഉണ്ടാക്കുന്നത്. നമുക്ക് ഒന്നുകൂടെ ഒന്ന് കാണാം. ഹാന, ഹാദെ, ഹാന, ഹാദെ, ഹാലേൻ, ഹാലേൻ. ഹി വരുന്നത് ദാറ്റിൻ്റെത്, ഹാവ്, ഹായ് വരുന്നത് വീണ്ടും ദാറ്റിൻ്റെ. നമുക്കൊരു കാര്യം കൂടെ കാണാം. ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺസ് ആണ്. ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺസ്, ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺസ്. പ്രധാനമായിട്ടും നമുക്ക് ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺസിന്റെ അകത്ത് 3 കാര്യങ്ങളാണ് വരുന്നത്. ഹു, വിച്ച്, വാട്ട്. ഇതിനെല്ലാം കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന 2 വാക്കുകൾ നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ മാസ്കുലിൻ ഫോമിലാണെങ്കിൽ ഐന എന്നും ഐന എന്നും, അതിന്റെ ഫെമിനിൻ ഫോം ആണെങ്കിൽ ഐദ എന്നും കാണാറുണ്ട്. ഐന, ഐദ. ഇപ്പോൾ ആദ്യത്തേത് മാസ്കുലിൻ. ഐന, ഐന എന്ന് പറയുന്നത്, ഐന എന്ന് പറയുന്നത് മാസ്കുലിൻ ആയിട്ടും ഐദ എന്ന് പറയുന്നത് ഫെമിനിൻ ആയിട്ടും. അതിന്റെ പ്ലൂറല് മറ്റൊരു ഫോമാണ്, അത് ഐലേൻ എന്നായിരിക്കും. ഐലേൻ, ഐലേൻ, ഐലേൻ. ഹു, വിച്ച്, വാട്ട് എന്നതിന്റെ എല്ലാം കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ഐന മാസ്കുലിൻ ആയിട്ടും ഐദ ഫെമിനിൻ ആയിട്ടും ഐലേൻ അതിന്റെ പ്ലൂറലായിട്ടും. പ്ലൂറലിൽ കോമൺ ഫോം ഒരെണ്ണമേ ഉള്ളൂ. രണ്ടാമത്തേത് ഹു എന്ന് പറയുന്നതാണ്. ഹു, ഹുവിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് മൻ എന്നുള്ള വാക്കാണ്. മൻ, മൻ. ഹുവിന് വേണ്ടി മാത്രമല്ല, ചില അവസരങ്ങളിൽ വാട്ട്, വാട്ട് എന്നുള്ള ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺ സൂചിപ്പിക്കാനായിട്ടും അത് ഉപയോഗിക്കാറുണ്ട് ചില അവസരങ്ങളിൽ. മൻ. ഇനി വാട്ട് എന്ന് പറയുന്നതിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന 4 ശ്രേണി വാക്കുകളുണ്ട്. മാന, മാന, മാൻ, മോൻ, മാ. ഈ വാക്കുകളെല്ലാം വാട്ടിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന വാക്കുകൾ. അപ്പോൾ ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺസ് പ്രധാനമായിട്ടും ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. നമ്മുടെ കാണാം. ഹു, വിച്ച്, വാട്ട് ഇതിനെല്ലാത്തിനും വേണ്ടി ഉപയോഗിക്കുന്നത് ഐന. ഐന എന്നുള്ളത് മാസ്കുലിൻ ആയിട്ടും ഐദ എന്നുള്ളത് ഫെമിനിൻ ആയിട്ടും. അതിന്റെ പ്ലൂറല് ഐലേൻ. ഹു, വാട്ട് എന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് മൻ, രണ്ടിനും പ്രയോഗിക്കാറുണ്ട്. വാട്ടിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നത് മാ, മോൻ, മാൻ, മാന. ഇനി വേണമെങ്കിൽ നമുക്കിത് വെച്ച് 1-2 സെന്റൻസുകൾ കാണാം. ഉദാഹരണത്തിന്, ഹു ഈസ് ദിസ് മാൻ ഒരെണ്ണമാണ്. അതുപോലെ തന്നെ ഹു ഈസ് ഹി എന്ന് വേണം നമുക്ക് ചോദിക്കാം. ഹു ഈസ് ഹി. അതുപോലെ തന്നെ വാട്ട് ഈസ് ദിസ്, വാട്ട് ഈസ് ദിസ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് പ്രയോഗിക്കുന്നത് നോക്കാം. ഹു ഈസ് ദിസ് മാൻ. മാൻ എന്നുള്ളത് മാസ്കുലിൻ ആണ്.
ഹൂ വന്നിരിക്കുന്നത് ആദ്യത്തെ ഉദാഹരണം വെച്ചാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് അവിടെ ഐന ആയിരിക്കും വരേണ്ടത്. മാസ്കുലിന്റെ അകത്ത് ഐനായും ഫെമിനിന്റെ അകത്ത് ഐതായുമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഐന വെച്ച് എഴുതുന്നു. ഐന, ഐന വരുന്നു. പിന്നെ ഈസ് ചേർക്കണം. നമ്മള് നേരത്തെ കണ്ട പോലെ ഹൂ യു എന്ന് ചേർക്കുന്നത് പോലെ തന്നെ ഐന കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഹൂ ചേർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഹൂ ഈസ് എന്നുള്ളത് വരുന്നു. പിന്നെ ദിസ് മാൻ ആണ് വരുന്നത്. മാനിന്റെ വാക്ക് ഗൗറയാണ്. ഗൗറ. പിന്നെ ദിസ് വരണമെങ്കിൽ ഹാനായും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ദിസ്. അപ്പോൾ ഐനാവു ഗൗറ ഹാന എന്ന് ചേർക്കുമ്പോൾ ഹു ഈസ് ദിസ് മാൻ. ഐനാവു ഗൗറ ഹാന. ഇനി രണ്ടാമത്തേത് ഹു ഈസ് ഹി എന്ന് പറയുന്നതാണ്. ഹു ഈസ് ഹി വളരെ സിമ്പിൾ ആണ്. ഹൂവിന്റെ രണ്ടാമത്തെ സെക്ഷൻ്റെ നമ്മൾ കണ്ടതാണ്. മന്നാണ് നമ്മൾ അവിടെ കണ്ടതാണ്. മന്നിന്റെ കൂട്ടത്തില് ഹു ഈസ് ഹി ഒരു ഹു ചേർത്ത് കഴിഞ്ഞാൽ അത് പൂർത്തിയാകും. മന്നു. ഇതിന് ഷോർട്ട് ഫോം നമ്മൾ തൊട്ട് മുമ്പ് കണ്ടായിരുന്നു. മന്നും ഹൂവും കൂടി ചേരുമ്പോൾ മന്നു ആകുന്നത്. വാട്ട് ഈസ് ദിസ്. അപ്പോൾ വാട്ട് എന്നുള്ളതിന് മാത്രം നമ്മൾ ഉപയോഗിക്കുന്ന പല വാക്കുകളുണ്ട്. മാൻ, മോൻ ഒക്കെ നമ്മൾ കണ്ടായിരുന്നു. അതിൽ നമ്മൾ മാന എടുക്കാം. മാന. ഈസ് വരണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ മാസ്കുലിൻ ആണോ ഫെമിനിൻ ആണോ എന്ന് തിരിച്ചറിയണം. അപ്പോൾ ഇവിടെ വാട്ട് എന്നുള്ളത് പൊതുവെ ഒരു ഫെമിനിൻ ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് അവിടെ ഫെമിനിന്റെ ദിസ് ഹാദെ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ മാന ഈ ഹാദെ എന്നാണ് എൻ്റെ വരും. മാനായി ഹാദെ. വാട്ട് ഈസ് ദിസ്. വാട്ട് എന്നുള്ളത് ഒരു ഫെമിനിൻ വാക്കായതുകൊണ്ട് ആണ് ഇപ്രകാരം വന്നത്. വാട്ട് എന്നുള്ളത് മാസ്കുലിൻ ആയിരുന്നെങ്കിൽ മാന ഉ ഹാന എന്നായിരുന്നു. ഇവിടെ മാൻ എന്നുള്ളത് മാസ്കുലിൻ ആയതുകൊണ്ടാണ് നമ്മൾ ഹാന കൃത്യമായിട്ട് ഇവിടെ കിടപ്പുണ്ട്. പിന്നെ അത് മാൻ എന്നുള്ളത് മാസ്കുലിൻ ആയതുകൊണ്ട് ഗൗറ ചേർത്ത് എഴുതി വെച്ചു. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. താങ്ക് യു.